കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താണ് കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞ ഉടൻ ഈ രാവിലെ ഒരു 10-10:30 നമ്മൾ വിവരം അറിയുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ഈ വീട് അടുക്കിടയ്ക്ക് ബന്ധപ്പെടുന്നൊരു വീട് കൂടിയാണ്. ജോർജ് മാഷായാലും മേരി ചേച്ചിയായാലും ഇവരെല്ലാം നമ്മളൊരു കുടുംബം പോലെ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ എത്തുന്ന സമയത്ത് വിളിച്ച സമയത്ത് നമ്മളിവിടെ വരുന്ന സമയത്താണ് അനീഷ് ഇങ്ങനെ ആത്മഹത്യ ചെയ്ത കാര്യം നമ്മുടെ മുന്നിലൊക്കെ അറിയുന്നത്. അപ്പോൾ മാനസികമായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് പറയുന്നതല്ല. കുറേ അനീഷ് നമ്മളിപ്പോൾ മേരി ചേച്ചി പറയുന്ന ഒരു കാര്യം നേരത്തെ തന്നെ ശരിക്കും പറഞ്ഞാൽ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്നെ ഒഴിവാക്കി തരണം ഇന്ന് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പരാതി കൊടുത്തിരുന്നത് അനീഷ് നമ്മൾ രേഖാമൂലം പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മ പറയുന്ന ഒരു കാര്യം, അമ്മയും ഭാര്യ വളരെ വികാരപരമായിട്ട് പറഞ്ഞു, തൊഴിൽ പോയാൽ പോയിക്കോട്ടെ, പണിയില്ലെങ്കിൽ വേണ്ട, എന്നാലെങ്കിലും നിങ്ങൾ ഈ ഊണും ഉറക്കവും ഇല്ലാതെ കണ്ട് ഒരു ചെറുപ്പക്കാരൻ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം താങ്ങാൻ വേണ്ടി പറ്റില്ലല്ലോ. ചില മാനസികമായിട്ട് സമ്മർദ്ദം ഇതെല്ലാം വരുന്ന സമയത്ത് പറ്റില്ല. പിന്നെ ഇത്രത്തോളം തീർത്തോളണം, ഇങ്ങനെ കൊടുത്തോളണം. കാരണം വെച്ചാൽ ഈ നാട്ടുകാരെ എല്ലാ ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ എല്ലാ നാട്ടിലത്തെ വോട്ടർമാരെ അറിയുന്ന ഒരാളല്ല അനീഷ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മാനസിക സമ്മർദ്ദം അനീഷ് നല്ല രീതിയിലുണ്ട്. അത് അനീഷിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് മാത്രമല്ല, നമ്മൾ 2 ദിവസം മുമ്പേ അനീഷ് ഇവിടുത്തെ തൊട്ടടുത്ത VLO ആയിട്ടുള്ള ഒരാളോട് അനീഷ് പങ്കുവച്ചിട്ടുണ്ട്. താങ്കൾ സംസാരിച്ചിരുന്നു? അത് അനീഷ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അനീഷോട്. നമ്മൾ പറഞ്ഞ സമയത്ത് അനീഷ് ആ പ്രശ്നം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു കേസാണ്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? എന്താണ്? അല്ല, അനീഷ് ഇത് ആളെ അറിയില്ല, ഇതാണല്ലോ പ്രശ്നം. ആളെ അറിയില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മൾ ആളെയാക്കി തരാം, കൂടെ വരാൻ. അതാണ് പ്രശ്നം. കൂടെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഇത് കൊണ്ടുകൊടുക്കാൻ പറ്റൂ നാട്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പം വരുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരും കൂടി, ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ലേ, മറ്റുള്ളവരും എല്ലാ രാഷ്ട്രീയക്കാരും അനീഷിൻ്റെ കൂടെ പോയിട്ടുണ്ട്. അതിൽ കോൺഗ്രസ്സുകാർ പോയിട്ടുണ്ട്, CPM ആളുകൾ പോയിട്ടുണ്ട്, BJP-കാരും പോയിട്ടുണ്ട് അനീഷിൻ്റെ കൂടെ. ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഒപ്പം പോയത് എന്നൊരു ആരോപണം കൂടി ഉണ്ടല്ലോ. കോൺഗ്രസ് പ്രവർത്തകന്റെ റോൾ എന്തായിരുന്നു ഈ BLOക്കൊപ്പം? അതുകൂടി ചോദിക്കാം. സമയം ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സമയമാണ്. എന്തെങ്കിലും ഒരു പഴുത് കിട്ടുമെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റി നിൽക്കുന്നതാണല്ലോ. ഇത് ഉയരുന്നൊരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ കൂടെ പോയി, ആ സമയത്ത് CPM-കാർ ഭീഷണിപ്പെടുത്തിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തൽ ഇതിൻ്റെ ഭാഗമായിട്ടില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അനീഷ് എന്ന് പറയുന്നത് നമ്മുടെ നാട്, ഇവിടെ രാഷ്ട്രീയപരമായിട്ടല്ലേ കോൺഗ്രസും CPM എന്നെല്ലാം പറയുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു നാടാണ്. ഈ പറയുന്ന ഈ കുടുംബം തന്നെ പറഞ്ഞത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിൻ്റെ ചുറ്റുപാട് ഒരു കാഴ്ചപ്പാടുള്ള കുടുംബമാണെങ്കിലും മാഷൊക്കെ ഇവിടുന്ന് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന എല്ലാം ഇവിടുത്തെ പാർട്ടിയും CPM-ൻ്റെ ഉൾപ്പെടെ ആളുകളാണ്. അതിനകത്ത് രാഷ്ട്രീയമൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഏടിയോ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എന്ത് പ്രസ്താവന ഇറക്കാം. പക്ഷെ നമ്മൾ നല്ല സഹോദരന്മാരെ പോലെ തന്നെയാണ് ഇന്ന് വരെ നിന്നത്, നാളെയും അങ്ങനെ നിൽക്കും. അപ്പോൾ അനീഷിന് ആവശ്യമായിട്ട് സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൊട്ടടുത്ത BLO. ആ BLO നമ്മൾ NGO-ൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളല്ലേ. അവിടെ എന്താ പറഞ്ഞത്, ഇന്നലെ അനീഷോട് പറഞ്ഞ കാര്യം, നാളെ ഞാനും കൂടി നിൻ്റെ കൂടെ വരാം, ബാക്കി കുറച്ചും കൂടെ കൊടുക്കാൻ ബാക്കിയുണ്ട്, നീ ഒറ്റയ്ക്ക് പോകണ്ട. ഓക്കെ. ഇന്നിപ്പം വള്ളത്തോൾ സ്മാരക വായനശാല ക്ലബ്ബും അവിടെ ഇന്ന് രാവിലെ വരെ ക്യാമ്പ് വെച്ചു. ആ ക്യാമ്പ് അനീഷിൻ്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് അവിടെ ഇന്ന് ക്യാമ്പ് വെക്കുന്നത്. ആ ക്യാമ്പിനകത്ത് ആളുകൾ പോയിക്കൊണ്ട് നോക്കുമ്പോഴാണ് ഈ ദുരന്ത വാർത്ത നമ്മൾ മുമ്പിൽ അറിയുന്നത്. അപ്പോൾ പറയുന്നവർക്ക് എന്തും പറഞ്ഞു പോവാം. താങ്കൾ നേരിട്ട് സംസാരിച്ചിരുന്നു അനീഷ്? ഞാൻ അന്വേഷിച്ചിട്ട് ഇപ്പോഴല്ല, ഒരു 3-4 ദിവസം മുമ്പ് ഈ കൊടുക്കുന്ന സമയത്ത് വൈസ് ചാൻസലർ അനീഷിനെ കണ്ടപ്പോൾ എന്തുണ്ട്, എനിക്ക് ഇതാവുന്നില്ല സുനിയേട്ട, ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ നീ പറഞ്ഞു അതല്ല ഈ ഒറ്റയ്ക്ക് പോയി കൊടുക്കാൻ ഈ ആളുകളെല്ലാം മനസ്സിലാവും. മറ്റേ പാർട്ടിക്കാരുടെ കൂടെ ഒന്നല്ല പറഞ്ഞത്, ഒറ്റയ്ക്ക് പോയി കൊടുക്കുക. ഇത് ഈ ആളുകളെ ഒന്നും പരിചയമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സഹായം നമ്മൾ ചെയ്തു തരാം, എനിക്കൊരു പ്രയാസം അതിനകത്ത് ഉണ്ടാവേണ്ടെന്ന് അനീഷോട് ഉൾപ്പെടെ സംസാരിച്ചതാണ്. നേരത്തെ ബൈ ചാൻസ് കാണുമ്പോൾ അനീഷ് നമ്മൾ ഇടയ്ക്ക് കാണുമ്പോൾ എല്ലാം സംസാരിക്കുന്ന കൂട്ടത്തിലാണ്.